ഹായ് ഫ്രണ്ട്സ്, ഫ്രീ ഫയറിൽ ഫൈറ്റ് ദ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവന്റ് വന്നിരിക്കുകയാണ്. നമുക്കിവിടെ നിന്നും ഫ്രീ ആയിട്ട് ബണ്ടിൽ ലഭിക്കുന്നുണ്ട്. ബണ്ടിൽ ക്ലെയിം ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു ലെവൽ 5 ആക്കുകയാണെങ്കിലാണ് നമുക്ക് എല്ലാവർക്കും ബണ്ടിൽ എടുക്കാൻ സാധിക്കുക. ലെവൽ 5 എങ്ങനെയാക്കാം, പിന്നെ അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും എങ്ങനെ നമുക്ക് ഒരുപാട് ടോക്കൺസ് ലഭിക്കും, ഈവന്റിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. സോ നിങ്ങൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ അമർത്തിയേക്ക്. ഫൈറ്റ് ദ ഡാർക്ക്നെസ് എന്ന ഈവന്റിലേക്ക് നമ്മൾ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുക ഇങ്ങനെയുള്ളൊരു പേജ് ആയിരിക്കും. ഇവിടെ ഇടതുഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ ക്യാരക്ടർ. ഓക്കെ, അതിന്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് എനിമി. നമ്മുടെ എനിമിയാണത്. ഇവിടെ നോക്കുക, നമുക്കിവിടെ വലതുഭാഗത്താണെങ്കിൽ 5 ലെവൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 5 ലെവൽ ക്രോസ് ചെയ്താലായിരിക്കും ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ഈ ബണ്ടിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലെവൽ. പിന്നെ നമുക്ക് രണ്ടാമത് സെക്കൻഡ് ലെവൽ, പിന്നെ തേർഡ് ലെവൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഫോർത്ത് ലെവൽ അവസാനം നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ബണ്ടിൽ ലഭിക്കാൻ പോകുന്ന ലെവൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ ലെവൽ കംപ്ലീറ്റ് ആവാനായിട്ട് നമുക്ക് ഇവിടെ കാണുന്ന എനിമിയില്ലേ, ആ എനിമിയായിട്ട് നമ്മളൊന്ന് ഫൈറ്റ് ചെയ്യണം. എനിമിയെ തോൽപ്പിച്ചാൽ നമുക്ക് രണ്ടാമത്തെ ലെവലിലേക്ക് പോകാൻ സാധിക്കും. നമുക്ക് എങ്ങനെ തോൽപ്പിക്കാം? ടോപ്പിലായിട്ട് നമ്മുടെ എനിമിയുടെ നമുക്ക് ലൈഫ് കാണാൻ സാധിക്കുന്നുണ്ട്, 100 കാണാൻ സാധിക്കുന്നുണ്ട്. എനിമിയുടെ HP ആണ് 100. അപ്പോൾ നമ്മളിവിടെ 100ന്റെ ഡാമേജ് നൽകിയാൽ നമുക്ക് ഈ എനിമി നോക്കാവുന്നതായിരിക്കും. നമുക്ക് താഴെ 3 പഞ്ചുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ പഞ്ചിന് വേണ്ടി നമുക്കൊരു 1 ടോക്കൺ ആയിരിക്കും. രണ്ടാമത്തെ പഞ്ചിന് വേണ്ടി നമുക്കൊരു 2 ടോക്കൺസ് കൊടുക്കേണ്ടി വരും. മൂന്നാമത്തെ പഞ്ചിന് നമുക്ക് ഇവിടെ 3 ടോക്കൺസും വേണം. 3 പഞ്ചിന് 3 വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് ആദ്യത്തെ പഞ്ചിന് ലഭിക്കാൻ പോകുന്ന കുറച്ച് ഡാമേജ് ആയിരിക്കും, നമുക്ക് 1 ടോക്കൺസ് മതിയാവും. രണ്ടാമത്തെ പഞ്ചിനാണെങ്കിൽ നമുക്കൊരു 70 ഡാമേജ് വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. 2 ടോക്കൺസ് കൊടുക്കേണ്ടി വരും. നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ 3 ടോക്കൺസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 170 ഡാമേജ് വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്കിവിടെ പഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും ടോക്കൺസ് വേണം. അപ്പോൾ നമുക്ക് ടോക്കൺസ് എങ്ങനെ കിട്ടും? നമ്മൾ ഇന്ന് മുതൽ BR മാച്ചോ ലോൺ വോൾഫോ ഏതുമായിക്കൊള്ളട്ടെ, നമ്മൾ ഡെയിലി ഗെയിം കളിക്കുകയാണെങ്കിൽ ലഭിക്കാൻ പോകുന്നത് 10 ടോക്കൺ ആയിരിക്കും. ഒക്ടോബർ 24 ഇതിന്റെ പീക്ക് ഡേ ആണ്. നമുക്ക് അൺലിമിറ്റഡ്, നോ ലിമിറ്റഡ്, നമുക്ക് ഒരുപാട് കുറേ ടോക്കൺസും കിട്ടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഡെയിലി ഗെയിം കളിക്കുക, ഒരു 10 ഗെയിം കളിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും 10 ടോക്കൺസ് കിട്ടും. ടോക്കൺസ് കൊടുത്തിട്ട് പഞ്ച് ചെയ്യാം, എന്നിട്ട് നമുക്ക് എനിമീസിനെ തോൽപ്പിക്കാം. നമ്മളിങ്ങനെ 5 എനിമിയെ തോൽപ്പിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ പോകുന്നത് ഈ ബണ്ടിലായിരിക്കും. നമുക്ക് ബണ്ടിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈവന്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, മാക്സിമം സപ്പോർട്ട് തരിക. അപ്പോൾ മറ്റൊരു മികച്ച വീഡിയോ നമുക്ക് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.